റിസ്ക് എടുക്കുന്ന തന്നെയാണ് നമ്മള്, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ പിന്നീട് ഡെഫിനറ്റ്ലി റിഗ്രറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ പല ഇന്റർവ്യൂസും കണ്ടിട്ടുണ്ടല്ലോ, അതായത് മരിക്കാനായിട്ട് നിൽക്കുമ്പോൾ, അതായത് ലാസ്റ്റ് മൊമെന്റിലുള്ള പലരോടും ചോദിക്കുമ്പോൾ അവർക്ക് വന്നിട്ടുള്ള ലൈഫിൽ ഏറ്റവും വലിയൊരു റിഗ്രറ്റ് എന്താന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഞാൻ ഇന്ന കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നതാണ്, അല്ലാതെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര കൂടി ഉണ്ടാക്കാതിരുന്നതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പൈസയോ അതൊന്നും എല്ലാവരുടെയും മൈൻഡിൽ വരുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാതിരുന്ന ഒരു ഡ്രീം, ഒരു കാര്യം. അപ്പൊ നമുക്കുള്ള ആയുസ് എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മള് ആർക്കും 70 വയസ്സ് 80 ദിവസം ഗ്യാരണ്ടീഡ് അല്ല. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. ഒരു ഡേയിൽ നമ്മൾ രാവിലെ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ ആ ഒരു ദിവസം പറ്റുന്നത്ര നേരത്തെ, അതായത് നമുക്കൊരു കാര്യം മൈൻഡിൽ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം അത്രയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോ. കാരണം നാളെ വേറെ ആരെങ്കിലൊക്കെ അത് പെട്ടെന്ന് തന്നെ തുടങ്ങി പോവാത്. ചിലപ്പോൾ ആദ്യം ചിന്ത വന്നിട്ടുള്ളത് നമ്മുടെ മൈൻഡിലായിരിക്കും. നമ്മളത് തുടങ്ങി ഫ്രൂട്ട്ഫുൾ ആയാലോ ആ ഒരു ചാൻസും ഉണ്ടല്ലോ. 50-50 രണ്ടിനും ഉണ്ടല്ലോ. നിങ്ങൾ എപ്പോഴും ഈ ഡ്രോപ്പ് ആവുന്നുള്ള ആ ഒരു 50ലേക്ക് ചിന്തിക്കാതെ അത് ഏറ്റവും നല്ല രീതിക്ക് വരുന്നു ചിന്തിച്ചിട്ട്, കാരണം നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന്റെ ഒരു നല്ല രീതിക്കുള്ള ഒരു ഇത് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഓരോരുത്തർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുടെ ലൈഫ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണും അവർക്കൊക്കെ ഒരു ഡേ 1 ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ അതൊരിക്കലും അവരോട് നമ്മൾ അറിയുന്ന ആരും മാറില്ല. അപ്പൊ അത് നമ്മളെപ്പോഴും ചിന്തിക്കുക. അപ്പൊ ഇതെല്ലാം പലരും ഉണ്ട് ഇതുപോലെ ഒരുപാട് സ്റ്റോറിയൊക്കെ വായിച്ചിരിക്കുന്നല്ലാതെ ഒരിക്കലും അവർ ആ റിസ്ക് എടുക്കില്ല. അത് എടുത്തേ പറ്റൂ, എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു റിസ്ക് എടുക്കുന്ന തന്നെയാണ് നമ്മൾ പിന്നീട് ലൈഫിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ.